ജഡ്ജി നിയമനത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ സുപ്രീം കോടതി റദ്ദാക്കി. സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി. ജഡ്ജി നിയമനത്തിനായി കൊളീജിയം സംവിധാനം തുടരാനും അഞ്ചംഗ ബെഞ്ച് ഉത്തരവിട്ടു. 1998 നടപ്പിൽ വന്ന കൊളീജിയം സംവിധാനം മാറ്റി ജഡ്ജി നിയമനത്തിനായി ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ NDA സർക്കാരാണ് കൊണ്ടുവന്നത്. കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയടക്കം 6 പേരടങ്ങുന്ന കമ്മീഷന് ജഡ്ജി നിയമനം നടത്താനായി ഭരണഘടനാ ഭേദഗതി വരുത്തി വിജ്ഞാപനമിറക്കുകയും ചെയ്തു. ഇതാണിപ്പോൾ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് റദ്ദാക്കിയത്. കേന്ദ്ര സർക്കാർ നടപടി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കമ്മീഷൻ നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ജസ്റ്റിസുമാരായ JS ഖേഹർ, മദൻ ബി ലോകൂർ, J ചലമേശ്വർ, കുര്യൻ ജോസഫ്, AK ഗോയൽ എന്നിവർ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കമ്മീഷൻ നിയമനത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയും റദ്ദാക്കി. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിനായി നിലവിലുള്ള കൊളീജിയം സംവിധാനം തുടരാനും വിധിന്യായത്തിൽ പറയുന്നു. എന്നാൽ കൊളീജിയം സംവിധാനത്തിലും കാലോചിതമായ ഭേദഗതി വരുത്തണം. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അടുത്ത മാസം 3 മുമ്പ് നൽകാൻ ഹർജിക്കാരോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസ് 7 അംഗ ബെഞ്ചിന് വിടണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യം സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് നിയമനത്തിൽ സുപ്രീം കോടതിയുടെ അപ്രമാദിത്വം തകർക്കാനും സർക്കാർ ഇടപെടൽ നടത്താനുമാണ് ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇത് സർക്കാരും ജുഡീഷ്യറിയും തമ്മിലുള്ള നേരിട്ടുള്ള തർക്കത്തിനുമിടയാക്കിയിരുന്നു. ഇപ്പോൾ കടുത്ത വിമർശനത്തോടെ കമ്മീഷൻ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത് കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോകായുക്തയിൽ വീണ്ടും തർക്കം. ബാർ കേസുമായി ബന്ധപ്പെട്ട ഫയൽ തനിക്ക് നൽകേണ്ടെന്ന് ലോകായുക്ത നിർദ്ദേശിച്ചതായി ഉപലോകായുക്ത. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ലോകായുക്ത മറുപടി നൽകി. അതേസമയം ലോകായുക്തയിലെ ചക്കളത്തി പോരാട്ടം ഈ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബാർ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഫയലുകൾ തനിക്ക് നൽകാത്തതിനെ തുടർന്ന് ഉപലോകായുക്ത ജസ്റ്റിസ് KP ബാലചന്ദ്രൻ വിവാദ പരാമർശം നടത്തിയത്. ഇന്നും ഈ തർക്കം ലോകായുക്തയിൽ തുടർന്നു. ബാർ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ തനിക്ക് നൽകേണ്ടെന്ന് ലോകായുക്ത നിർദ്ദേശിച്ചതായി ഉപലോകായുക്ത പറഞ്ഞു. ഉദ്യോഗസ്ഥരാണ് തന്നോട് ഇത് പറഞ്ഞതെന്നും ഉപലോകായുക്ത വ്യക്തമാക്കി. എന്നാൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ലോകായുക്ത മറുപടി നൽകി. രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കോടതിയിൽ വെച്ച് തുറന്നാൽ മതിയെന്ന് രജിസ്ട്രാർ നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യം അറിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ലോകായുക്ത പറഞ്ഞു. അതേസമയം തന്റെ കഴിഞ്ഞ ദിവസത്തെ SC പ്രയോഗം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ അവഹേളിച്ചതല്ലെന്ന് ഉപലോകായുക്ത വിശദീകരിച്ചു. എന്നാൽ ലോകായുക്തയിൽ നടക്കുന്ന ചക്കളത്തി പോരാട്ടം ഈ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ലോകായുക്തയുടെ നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതായി. അഴിമതിക്കെതിരെ പ്രതികരിക്കേണ്ട ലോകായുക്ത അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയെടുക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് ദൂരവ്യാപകമായ ദൂഷ്യഫലമുണ്ടാക്കുമെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ ചിട്ടി കമ്പനിയിൽ നിന്നും 23 കോടി രൂപയുടെ കള്ളപ്പണം കടത്തിയെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ബെൽ ചിറ്റ്സിന്റെ മറവിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ തദ്ദേശം 2015 പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ബെൽചിറ്റ്സ് എന്ന ചിട്ടി കമ്പനിയുടെ മറവിൽ വെള്ളാപ്പള്ളി നടേശനും കുടുംബവും നിയമം ലംഘിച്ച് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് കഴിഞ്ഞ ദിവസം പീപ്പിൾ TV വെളിപ്പെടുത്തിയിരുന്നു. കേന്ദ്ര ചിട്ടി നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. 23 കോടി രൂപയുടെ രേഖകളില്ല എന്ന് വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കള്ളപ്പണം കടത്താൻ ഇതൊരു സ്രോതസ്സായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം എന്നുള്ളതാണ്. കള്ളപ്പണം ഇങ്ങോട്ട് വരാം, അങ്ങോട്ടും പോകാം. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. കള്ളപ്പണം പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് വെള്ളാപ്പള്ളി. പ്രധാനമന്ത്രിയാണല്ലോ BJPയുടെ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലക്ക് വെള്ളാപ്പള്ളി നടേശനെ സ്വീകരിച്ചു എന്ന് നമ്മൾ കേട്ടത്. കള്ളപ്പണത്തിനെതിരെ വേട്ടക്കിറങ്ങിയിട്ട് കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മറയത്ത് നിൽക്കുന്ന പരമാധികാരിയെ ഇവിടെ പിന്താങ്ങുന്ന നില ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്നതാണോ എന്നത് അദ്ദേഹം പരിശോധിക്കണം. നേരത്തെ വെള്ളാപ്പള്ളിക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രക്ഷിക്കാനായി ഒരു കേന്ദ്രമന്ത്രി വെള്ളാപ്പള്ളിയുടെ വീടിന്റെ ഉമ്മറത്തെത്തിയ കാര്യം പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്. വെള്ളാപ്പള്ളി നടേശനും കുടുംബവും നടത്തുന്ന ബെൽ ചിട്ടി തട്ടിപ്പിനെക്കുറിച്ച് തുഷാർ വെള്ളാപ്പള്ളിക്ക് മൗനം. പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന ഓഡിറ്ററുടെ ഗുരുതര പരാമർശങ്ങളെക്കുറിച്ച് തുഷാർ പ്രതികരിച്ചില്ല. എന്നാൽ പീപ്പിൾ TVക്കെതിരെ തുഷാർ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. ഞാൻ എത്രയോ പ്രാവശ്യം വെല്ലുവിളിച്ചു. നുണപരിശോധനയ്ക്ക് ഏറ്റവും മുമ്പിൽ ഒരു കണ്ടീഷനില്ലാതെ പോകാൻ ഞാൻ തയ്യാറാണ്. ഇവരൊക്കെ വരാൻ തയ്യാറാണെന്ന് ചോദിച്ചാൽ എന്താ ഇതിന്റെ കൈവറയ്ക്കുന്നത്? ബിജു രമേശന് എന്തുകൊണ്ട് കൈവറയ്ക്കുന്നു?
കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറെ ആളുകളെ ഇറക്കി ഈ രാജ്യത്ത് യുദ്ധം ചെയ്താൽ ഇവിടെ നമ്മളെല്ലാം പൊട്ടന്മാരായി പേടിച്ചോടുമെന്നാണ് ഇവർ ധരിച്ചതെങ്കിൽ ഇന്റർനാഷണൽ അബദ്ധം. അത് കഴിഞ്ഞപ്പോൾ അടുത്ത കഥയുമായി 2 ദിവസം മുമ്പ് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്റെ പാർട്ണർ വിളിച്ചു. അതിനെക്കുറിച്ച് ഏതാണ്ട് 2 മണിക്കൂർ ഉണ്ടാക്കിയ കഥ. വെള്ളാപ്പള്ളി നടേശന് കൊലപാതക കേസിൽ അടക്കം ബന്ധമെന്ന ആരോപണം. കണിച്ചുകുളങ്ങര ദേവസ്വം ജനാധിപത്യ വേദിയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശാശ്വതീകാനന്ദയുടെ കൊലപാതകത്തിന് മുൻപ് മറ്റ് ചില കൊലപാതക കേസുകളിൽ കൂടി പ്രതിയാണെന്ന് ആരോപിച്ച് കണിച്ചുകുളങ്ങര ദേവസ്വം ജനാധിപത്യ വേദി രംഗത്ത്. വെള്ളാപ്പള്ളിക്കെതിരെ മരണമഴ ഉണ്ടായിട്ട് പോലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസുകൾ ഇല്ലാതാക്കിയെന്നും ഇവർ ആരോപിച്ചു. എല്ലാ കൊലപാതകങ്ങളുടെയും പിന്നിൽ അതിനുശേഷം 1982 ഏപ്രിൽ 29 നിങ്ങൾക്കറിയാം, പലർക്കും അറിഞ്ഞു കാണും, തിരുവിഴ ക്ഷേത്രക്കുളത്തിൽ ക്രൂരമായി വെട്ടേറ്റി അവസാനം വെടിവെച്ച് കൊന്ന ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷിയുടെ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ളവർ മുഴുവൻ പാലക്കാട് ഷാപ്പിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ സംരക്ഷിക്കുകയും ആ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് ആ കേസും തേച്ചു മായ്ച്ചു കളഞ്ഞു. 2ാം പ്രതി വെള്ളാപ്പള്ളി നടേശൻ. മരണമൊഴിയിൽ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ശ്യാമളൻ എന്ന് പറയുന്ന ആളെന്നെ കുത്തിയെന്നാണ് മരണമൊഴി. കണിച്ചുകുളങ്ങര ദേവസ്വം കമ്മിറ്റി അംഗങ്ങളെ കബളിപ്പിച്ച് വെള്ളാപ്പള്ളി ഐശ്വര്യ ട്രസ്റ്റിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായും ഇവർ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും മകനും അടങ്ങുന്ന ആൾക്കാരുടെ പേരിലേക്ക് ഇത് മാറ്റി. ഈ ട്രസ്റ്റ് വെള്ളാപ്പള്ളി നടേശൻ 1ാം പ്രതിയായി ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം എടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ ഇംപാക്ട്. ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷണ നടപടികൾ ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കി. ബിജു രമേശ് അടക്കം ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കും. ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബിജു രമേശിന്റെ മൊഴിയെടുക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ബിജു രമേശിനെ കൂടാതെ ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ എല്ലാവരുടെയും മൊഴി ക്രൈംബ്രാഞ്ച് പ്രത്യേകം രേഖപ്പെടുത്തും. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. ഇവരുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുമ്പോൾ തന്നെ അന്വേഷണം വൈകാനാണ് സാധ്യത. ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് പുനരന്വേഷണ സാധ്യത തേടാനാണ് സർക്കാർ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശാശ്വതീകാനന്ദയുടെ മരണത്തെക്കുറിച്ച് ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പലരും നടത്തിയ വെളിപ്പെടുത്തലുകളുമെല്ലാം വലിയ ചർച്ചയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണം തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പുതിയ തെളിവോ വെളിപ്പെടുത്തലോ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് പോകും. അത് സംബന്ധിച്ച് പുതിയതായിട്ട് എന്ത് വിവരങ്ങൾ കിട്ടിയാലും, എന്ത് തെളിവുകൾ കിട്ടിയാലും, എന്ത് വെളിപ്പെടുത്തലുണ്ടായാലും അതൊക്കെ പരിശോധിക്കും. നിയമപരമായിട്ട് അതിലോരോന്നിനും സ്വീകരിക്കേണ്ട നടപടികളുണ്ടാകും. കൊല്ലം DCC ഓഫീസിൽ സംഘർഷം. DCCയിലേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകർ നേതാക്കൾക്ക് നേരെ കസേര വലിച്ചെറിഞ്ഞു. പണം വാങ്ങി സീറ്റ് നൽകിയെന്നാരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കരിക്കോട് നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് DCC ഹാളിലുണ്ടായിരുന്ന കരുണാകരൻപിള്ള, KC രാജൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ കസേര വലിച്ചെറിഞ്ഞും ഡെസ്കിലടിച്ചും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പണം വാങ്ങി നേതാക്കന്മാർ സീറ്റുകൾ വിൽക്കുകയായിരുന്നുവെന്ന് അവർ ആരോപിച്ചു. 40 വർഷമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഉറാഷ് കുമാറിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ഇന്നാൾ വന്നു കയറിയ കോൺഗ്രസ് ഭവനിൽ വന്നു കയറിയ ഒരാൾക്ക് സീറ്റ് കൊടുത്തു. 2 ലക്ഷം രൂപ കൊടുത്തതിന്റെ രേഖയുണ്ട്. യുവാക്കളെ തഴഞ്ഞെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും DCCക്ക് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തി. പണച്ചാക്കുകൾക്ക് വേണ്ടി മാത്രം സീറ്റ് കച്ചവടം നടത്തുന്ന ഒരു പറ്റം കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൊല്ലം DCCയിലുണ്ട്. അവിടെ എല്ലാ മുതിർന്ന KSU പോട്ടെ യൂത്ത് കോൺഗ്രസുകാരെ പോലും കോർപ്പറേഷനിൽ പരിഗണിച്ചിട്ടില്ല. ഒരു സീറ്റിൽ പോലും കോർപ്പറേഷനുകളിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിച്ചു. തീരദേശ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് DCCയിലെത്തി മുന്നറിയിപ്പ് നൽകിയതോടെ നേതാക്കന്മാർ അക്ഷരാർത്ഥത്തിൽ ഭയപ്പാടിലാണ്. ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾക്കും പരിഹാരം കാണാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം അഞ്ചലിലും പരിസര പ്രദേശത്തുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പോൾ ഒരേ ഒരു കടയിലേക്കാണ് ഓടുന്നത്. ആലഞ്ചേരി ചണ്ണപ്പേട്ട റോഡിലെ പ്രസാദിന്റെയും ഷിബുവിന്റെയും കടയിലേക്ക്. എന്താണ് ഈ കടയിലെ വിശേഷമെന്നല്ലേ ഈ റിപ്പോർട്ട് കാണുക. തെരഞ്ഞെടുപ്പ് കാലമെന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്നത് വിവിധ പാർട്ടികളുടെ കൊടിയും തോരണങ്ങളും പോസ്റ്ററുകളും ഒക്കെയാണ്. തെരഞ്ഞെടുപ്പായാൽ ഇവയൊക്കെ സംഘടിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഓടുന്ന ഓട്ടം ചില്ലറയല്ല. എന്നാൽ എല്ലാ പാർട്ടിക്കാരുടെയും കൊടിയും തോരണവും തൊപ്പിയും ചിഹ്നങ്ങൾ പതിച്ച പോസ്റ്ററുമെല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട്. കൊല്ലം അഞ്ചലിൽ ആലഞ്ചേരി ചണ്ണപ്പേട്ട റോഡിലെ പ്രസാദിന്റെയും ഷിബുവിന്റെയും കടയിലേക്കാണ് എല്ലാവരും എത്തുന്നത്. കടയുടെ പേരും രസകരം, ഓൾ പാർട്ടി സിന്ദാബാദ്.
എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും കൊടിയും തോരണങ്ങളും എല്ലാ ഐറ്റംസും ബാഡ്ജ്, കുട, ഷാള്, എല്ലാ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഇവിടെ ലഭിക്കും. ഈ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിലെ അംഗങ്ങൾക്കും വളരെ ഉപകാരമാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുന്നതനുസരിച്ച് ഓൾ പാർട്ടി സിന്ദാബാദിൽ കച്ചവടത്തിനും ചൂടേറും. മധുരയിൽ നിന്നും കായംകുളത്തു നിന്നുമാണ് കൊടിയും തോരണങ്ങളും ഷാളും പോസ്റ്ററുമെല്ലാം എത്തിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും ഈ കച്ചവടം നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തെ കച്ചവടമാക്കുന്ന നേതാക്കളെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്തെ കച്ചവടമാക്കുന്ന ഈ തന്ത്രത്തെ സമ്മതിക്കാതെ വയ്യ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതായി പരാതി ലഭിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു പരാതിയും കമ്മീഷന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആ രീതിയിലുള്ള പരാതിയും വന്നിട്ടില്ല. അതേ സംബന്ധിച്ച് ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ബീഹാറിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സമാപിച്ചു. 6 ജില്ലകളിലായി 32 സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 55% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിനിടയിൽ ജനാബാദ് ജില്ലയിൽ ഒരു BSF ജവാന് വെടിയേറ്റു. മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചി മകനും BJPയുടെ മുതിർന്ന നേതാവ് പ്രേംകുമാർ, നിതീഷ് കുമാർ നിയമസഭയിൽ സ്പീക്കറായിരുന്ന ഉദയ് നാരായൺ ചൗധരി തുടങ്ങി പ്രമുഖരാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടിയത്. വോട്ടെടുപ്പ് നടന്ന കെയ്മൂർ, റോഹ്താസ്, ആർവാൾ, ജഹനാബാദ്, ഔറംഗാബാദ്, ഗയ തുടങ്ങിയ ജില്ലകളിൽ നക്സൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിന് മാവോയിസ്റ്റുകൾ ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ ഇത് തള്ളിക്കൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെ വളരെ ഉയർന്ന തോതിൽ വോട്ടിംഗ് പുരോഗമിച്ചു. അതിനുശേഷം മന്ദഗതിയിലായിരുന്നു പോളിംഗ്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ കണ്ടതിന് സമാനമായി സ്ത്രീ വോട്ടർമാരുടെ വൻ സാന്നിധ്യം ഇത്തവണയും പോളിംഗ് ബൂത്തിൽ കണ്ടു. ചില സ്ഥലങ്ങളിൽ അനിഷ്ട സംഭവങ്ങളുണ്ടായി. ജഹനാബാദ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന CRPF ഉദ്യോഗസ്ഥന് വെടിയേറ്റു. ഔറംഗാബാദ് ജില്ലയിലെ റത്തിഗഞ്ച് മണ്ഡലത്തിലെ 144 നമ്പർ പോൾ ബൂത്തിൽ ബോംബ് കണ്ടെത്തി. ഇവ നീക്കം ചെയ്ത ശേഷം 1 മണിക്കൂർ വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. നക്സൽ ഭീഷണിയുള്ള 11 ബൂത്തുകളിൽ വൈകുന്നേരം 3 മണിക്ക് പോളിംഗ് സമാപിച്ചു. അടുത്ത ഘട്ട വോട്ടെടുപ്പ് 12 ദിവസത്തിനു ശേഷം 28-ാം തീയതി 50 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കും. നേരിയ സംഘർഷങ്ങളുണ്ടായെങ്കിലും കാര്യമായ പ്രശ്നങ്ങളില്ലാതെയാണ് ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായത്. ബീഹാറിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ നവീകരിച്ച റീജിയണൽ ഓഫീസ് വഴുതക്കാട് കാർമൽ ബിൽഡിംഗിൽ ആരംഭിച്ചു. റീജിയണൽ ഓഫീസിന്റെ ഉദ്ഘാടനം ബാങ്കിന്റെ MDയും CEOയുമായ അരുൺ ശ്രീവാസ്തവ നിർവഹിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് MD ജോൺ ബ്രിട്ടാസ് ചടങ്ങിൽ സംസാരിച്ചു. ഫീൽഡ് ജനറൽ മാനേജർ T രവീന്ദ്രനാഥ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ U ഉമേഷ് പൈ എന്നിവർ സംബന്ധിച്ചു. മുതിർന്ന ഇടപാടുകാരായ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ, KS പ്രേമചന്ദ്രകുറുപ്പ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.